പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ഓവർ 50, അതായത് 45 കഴിഞ്ഞുള്ള സ്ത്രീകളിൽ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയും അതെങ്ങനെയാണ് ചെയ്യുന്നതും അത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് വരുത്തുന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞോട്ടെ, ഒരു ഏജ് കഴിയുമ്പം നമ്മുടെ ഏജ് റിലേറ്റഡ് മസിൽ ലോസ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് തന്നെ മസിലുകൾ നഷ്ടപ്പെടും, മസിൽ ലോസ് ഉണ്ടാവും. അതിനെ നമ്മൾ മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്തത്. ഇനി മസിൽ മാസ് കൂട്ടുക എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. മസിൽ ഇങ്ങനെ നമ്മുടെ ആണുങ്ങളുടെ മസിൽ പോലെ പെണ്ണുങ്ങളുടെ ദേഹത്ത് മസിൽ വരത്തില്ല. ഈ നമ്മൾ മസിൽ മാസ് കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോണിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള മസിൽ മാസ് കൂട്ടുക എന്നാണ്. മസിലാണ് നമ്മുടെ ബോണിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ മസിൽ മാസ് കൂട്ടുന്നത് കൊണ്ട് ബോൺ സ്ട്രെങ്ത്ത്, അതായത് നമ്മളൊന്ന് വീഴുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ബോണിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എല്ല് ഒടിയാതിരിക്കാൻ സഹായിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബോൺ ഡെൻസിറ്റി ആൻഡ് ഫ്രാക്ചർ പ്രിവെൻഷനാണ്. അതായത് നമ്മൾ വെയ്റ്റ് ബെയറിങ് എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ബോൺ ബിൽഡിംഗ് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഓസ്റ്റിയോപോറസിസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള അതുപോലെ ആ റിസ്ക്കൊക്കെ കുറയും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം ഫാസ്റ്റ് ആകും. മെറ്റബോളിസം ഫാസ്റ്റ് ആക്കുന്നത് കൊണ്ട് വെയ്റ്റ് ലോസ് അറിയാമല്ലോ. മെറ്റബോളിസം സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിനുള്ള അതായത് സ്പീഡ് കൂടാനും പറ്റും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഹെൽത്ത്. നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ കാൽമുട്ടിന് വേദന, കൈമുട്ടിന് വേദന, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ. ആ അസുഖങ്ങൾ നമ്മളെ ആ പെയിൻ കുറയാനായിട്ട്, അതായത് ആർത്രൈറ്റിസിന് ഉണ്ടാകുന്ന പെയിൻ ഇല്ലേ, അത് ഓവറോൾ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആർത്രൈറ്റിസിനുള്ള പെയിനൊക്കെ കുറയാനായിട്ട് സഹായിക്കും. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വാദമാണ് കേട്ടോ. അടുത്തത് പറയുന്നത് നമ്മുടെ ഒരു എളുപ്പം നമ്മൾ ബാലൻസിൽ നമ്മൾ നടക്കുന്ന പ്രായമായ ആൾക്കാർ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഒരു വയസ്സോട്ട് ചില സപ്പോർട്ട് എടുത്തെടുത്ത് നടക്കുന്നതായിട്ട് കാണാൻ പറ്റത്തില്ലേ. അതായത് ഒരു ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണത്. നമുക്ക് നേരെ നടക്കാനും നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിർത്താനും വേണ്ടിയിട്ടും ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് സഹായിക്കും. അതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഒരു ഗുണം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എൻഡോർഫിൻസ് കൂടുതൽ റിലീസ് ചെയ്യും. അതുവഴി സ്ട്രെസ്സ് കുറയ്ക്കാനും ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് സഹായിക്കും. അപ്പം അതുവഴി നമ്മൾ പറയുന്ന ഇൻഡിപെൻഡൻസ് ആൻഡ് ഫങ്ഷണൽ സ്ട്രെങ്ത്, അതായത് മൊബിലിറ്റി, നമ്മുടെ ഓവറോൾ മൊബിലിറ്റി ഇല്ലേ, നമ്മൾ ഡെയിലി ഉള്ള ടാസ്കുകൾ ചെയ്യാനുള്ള, നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ആ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് സഹായിക്കും. അപ്പം നമുക്ക് പറയുന്നത് അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീ, അതായത് പതുക്കെ, അതായത് എളുപ്പം എല്ലാം കൂടെ അടിക്ക് വലിയ വലിയ വെയിറ്റുകൾ എടുക്കാൻ പാടില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെ 2 ദിവസം മാത്രം സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടുമായിരിക്കും എന്നല്ല, കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഈ കാർഡിയോയും ബാക്കി എക്സസൈസൊക്കെ നമ്മൾ നടക്കുന്നു, നമ്മൾ പറയാറുണ്ടല്ലോ, ചിലർ പറയണം ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നടക്കാറുണ്ട്. അതൊക്കെ ആവശ്യമാണ്. കാർഡിയോ എക്സസൈസ് ചെയ്യുന്നത് വെയിറ്റ് ലോസിനെ സഹായിക്കും. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, അതുകൊണ്ട് മെറ്റബോളിസം ഫാസ്റ്റ് ആകും. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താൽ തന്നെ വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിരുന്നു. ഞങ്ങൾ സാറ്റർഡേ, മൺഡേയും തേഴ്സ്ഡേ ആണ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാറ്. അപ്പം ഈ എടുത്തിരിക്കുന്ന വെയിറ്റ് എല്ലാം ഞാനിപ്പം ഈ ചെയ്യുന്ന ബാർബെൽ എന്ന് പറയുന്ന സംഗതിയാണ്. അതിന് 3 കിലോ വെയിറ്റ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഡമ്പൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2.5-ൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചോ, വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡമ്പൽ ഇല്ലെങ്കിൽ നമുക്ക് 2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ 2 കൈയിലും വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു കയ്യിൽ. ഇപ്പോൾ ആ ചെയ്യുന്ന എക്സസൈസ് എല്ലാം ആ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബാർബെല്ലിന് പകരമായിട്ട് നീളമുള്ള ഏതെങ്കിലും ഒരു റോഡ് എടുത്തിട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന മൊബിലിറ്റി എക്സസൈസ് ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു കൈയല്ല, നമ്മുടെ ഷോൾഡറിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് സഹായിക്കും. ഈ ഡമ്പലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് 2.5 കിലോ ഉള്ളൊരു ഡമ്പൽ മാത്രമാണ്. ഇത് നമ്മൾ മുകളിൽ ചെന്നിട്ടാണ് കേട്ടോ. നമ്മുടെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കുക. മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ കൈ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇത് നമ്മൾ ആദ്യം ഒന്ന് നമുക്ക് കുറച്ച് ദേഹം വേദനയും ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് പോകെ അത് നമ്മുടെ മസിൽ മാസ് കൂട്ടുകയും അങ്ങനെ അതുവഴി ബോണിന് നല്ല സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഷേപ്പ് കിട്ടുന്നതിലും ഉപരി നമുക്ക് ഈ ഒരു ബോൺ മാസ്, മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മസിൽ മാസ് കൂട്ടിയാൽ മാത്രമാണ് നമുക്ക്
പോകെ പോകെ നമ്മൾ 60കളിലേക്കും 65കളിലേക്കും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡെയിലി ടാസ്ക് അതുപോലും ചെയ്യാനായിട്ടുള്ള ഒരു സ്പീഡും ആ മൊബിലിറ്റിയും കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു കുറച്ച് കയറ്റം കയറുമ്പോൾ പെട്ടെന്ന് കിതയ്ക്കുന്നു, മുട്ടിന് വേദന എടുക്കുന്നു, മുട്ടിൽ പിടിച്ചുകൊണ്ട് മീൻസ് കയറാൻ ശ്രമിക്കുന്നു, സ്റ്റെപ്പ് കയറുന്നതിനുള്ള പ്രോബ്ലം, ഇതൊക്കെ നമുക്ക് ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് വഴി ബോണിൻ്റെ ഡെൻസിറ്റി കൂട്ടാനും മസിൽ മാസ് കൂട്ടാനാണ് മെയിനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ദിവസവും അല്ലെങ്കിൽ 6 ദിവസം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് നടക്കാം, നിങ്ങളുടെ എയറോബിക്സ് ചെയ്യാം, കാർഡിയോ വർക്കൗട്ട് ഏത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ആഴ്ചയിലെ 2 ദിവസം. അപ്പോൾ 2 ദിവസം എന്നുള്ളത് നിങ്ങൾ ഗ്യാപ്പ് ഇട്ടെടുക്കുക. ഇന്ന് തിങ്കളാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം വെള്ളിയാഴ്ച ചെയ്യുക. എല്ലാ തിങ്കളും വെള്ളിയും എന്നുള്ള രീതിയിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വീഡിയോ ഒക്കെ നോക്കി ചെയ്യുന്നതിലും നല്ലത് ഒരു ട്രെയിനറുടെ അണ്ടറിൽ, അതായത് കുറച്ച് നാളെങ്കിലും നമ്മൾ ഒരു മാസമെങ്കിലും നമ്മളൊരു ട്രെയിനറുടെ അണ്ടറിൽ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരും എടുക്കുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി വെയ്റ്റിന് അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രെയിനറുടെ അണ്ടറിൽ മാത്രം ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.